ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനൊന്നും അല്ല ഞാൻ രാജിവെച്ചത്. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. നമ്മൾ പിണറായിസത്തിനെതിരെ കൈ ഉയർത്തുന്ന ആരുടെ കൂടെ നിൽക്കും? നിലമ്പൂരിൽ എന്തിനാണ് ഞാൻ രാജിവെച്ചത്? അതിലൊരു കാരണം, ഇവിടെ വരാനിരിക്കുന്ന മൂന്നാം ഗവൺമെൻറ്റും പിണറായി ഗവൺമെൻറ്റാണ് എന്നൊരു കള്ള നരേഷൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചിടുക. അതല്ല വസ്തുത. ഈ രാജ്യത്തെ ജനങ്ങൾ പിണറായിക്കെതിരാണ്, ആ കുടുംബാധിപത്യത്തിനെതിരാണ്, ആ മരുമോനസത്തിനെതിരാണ്, ആ ഏകാധിപത്യത്തിനെതിരാണ്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സത്യസന്ധമായി ബോധ്യപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണിത്. അതുകൂടി ആയിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ചെകുത്താനായെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താൻ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് എനിക്കറിയില്ല. അല്ല, അതിപ്പോൾ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഷൗക്കത്തിൻ്റെ കാര്യം ഞാനെങ്ങനെ പറയാം? എനിക്ക് എൻ്റെ കാര്യം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു അതിർത്തി അല്ല, അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉറപ്പല്ലേ, ഇതിങ്ങനെ പറഞ്ഞ് നീട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയും വിഷമമൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് എനിക്കതിനുള്ള ശേഷിയുള്ളതുകൊണ്ടാണ് എനിക്ക് അതിർത്തി ഇല്ലാത്തത്. എന്തിനതൊക്കെ? ഇതൊക്കെ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമുക്കൊക്കെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിലൊരു പൂർണ്ണ അംഗമാവുകയാണല്ലോ. അല്ല, അസോസിയേറ്റഡ് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴും. അസോസിയേറ്റഡ് കിട്ടി. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ സ്റ്റെപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. ഏയ്, ഞാൻ എന്നും തൃപ്തനാണ്. നമുക്ക് ആരെയും സ്ഥാനാർത്ഥിനെ വന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വരട്ടെ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? സമയം കുറഞ്ഞു പോയില്ലെന്ന് എറണാകുളത്ത് നിങ്ങളെ സുഹൃത്തുക്കൾ പത്രക്കാർ ചോദിച്ചു. ഞാൻ എന്തിനാ 24 ദിവസം, 10 ദിവസം മതിയല്ലോ. അപ്പോൾ സമയമൊന്നും കുറഞ്ഞിട്ടില്ല. 10 ദിവസം തന്നെ അധികമാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന അറിവുകളല്ലാതെ എൻ്റെ അടുത്ത് പ്രത്യേക അറിവൊന്നുമില്ല. സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലോചിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒരു അല്ല, അതൊക്കെ സ്ഥാനാർത്ഥി വരട്ടെന്ന്. ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനൊന്നും അല്ല ഞാൻ രാജിവെച്ചത്. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇവിടെ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ്. ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഒരു മിനിറ്റ് ഒരു സ്ഥാനാർത്ഥിയാവണം. ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താ? ഞാൻ 2 മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് മടങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇത് കുളം കലക്കാൻ വന്നാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വരില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതുമല്ല. എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു പോകുന്ന വർഗീയത നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് വെള്ളപൂശിയാണ് സഖാവ് പിണറായി ചെയ്തത്. അപ്പോൾ ഇവിടെ BJPയും RSSും CPMും തമ്മിലുള്ള ബാന്ധവം വരാൻ പോകുന്നു. നിലമ്പൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇന്നലെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പ്രഷർ ചെയ്താൽ ഒരു പേരിനൊരു സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും. വോട്ടെണ്ണുമ്പോൾ വോട്ടുണ്ടാവില്ല. വോട്ട് ഈ പറയുന്ന മറ്റേ പെട്ടിയിലേക്കാണ് പോവുക. ഇതെല്ലാം ആലോചിക്കണ്ടേ? അവിടെ വ്യാപാരി വ്യവസായികൾ വലിയ പ്രതിഷേധത്തിൽ അവർ സ്ഥാനാർത്ഥി നടത്താൻ പോവുക. നിലമ്പൂരിലെ വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞത് അത്ര മോശപ്പെട്ടവരൊന്നുമില്ല. വലിയ സ്ട്രെങ്ത്തുള്ളവരാ, വലിയ കുടുംബമുണ്ട്, എല്ലാ അങ്ങാടിയിലുണ്ട് കടകൾ, അവിടെയൊക്കെ വ്യാപാരികളുണ്ട്. അവരുടെ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അവരെന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അവരൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് അവരുടെ പ്രശ്നം തീർക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. മറുഭാഗം എല്ലാ ആയുധങ്ങളും സ്വാംശീകരിച്ച് 18,000-18,000 പോണ്ട, കറകളഞ്ഞ 10,000 തൊട്ട് 12,000 വോട്ടുണ്ട് BJPക്ക്. ഈ 12,000 വോട്ട് അങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്ന CPMൻ്റെ പെട്ടിയിലേക്കല്ലേ? എന്താ CPM ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തത്?
CPM ഒക്കെ രാഷ്ട്രീയം വിട്ടല്ലോ, ജാതി മത ഇക്വേഷൻസിന് വേണ്ടി മാത്രം നിൽക്കല്ലേ. UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ഓൻ്റെ ജാതിയും മതവും ഓൻ്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേറൊരു ജാതിയിൽ ഒരുത്തനെ അവിടെ കൊണ്ടുവന്ന് നിർത്തും. അതിനല്ലേ CPM നിൽക്കുന്നത്? എന്ത് രാഷ്ട്രീയത്? എവിടെ എത്തി CPM? അല്ല, അതെനിക്കറിയില്ല എന്ന്. കണ്ണ് പലർക്കും കാണുന്നില്ലേ?